എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണേ. ഞാനിവിടെ 6-7 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടിയത് ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇനി നിങ്ങൾക്ക് ഈ പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന പാകത്തിൽ ജെല്ലിയൊക്കെ പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് നോർമൽ വെള്ളത്തിലാണ് കേട്ടോ ഇത് കുതിർത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ വാനില ഫ്ലേവറിൻ്റെ ആണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ തിളപ്പിക്കാത്ത നോർമലായിട്ടുള്ള പാല് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കട്ടിയൊന്നും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള കസ്റ്റർഡ് പൗഡർ വാനില ഫ്ലേവർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ 1/2 ലിറ്റർ പാലാണ്. മൊത്തത്തിൽ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ഈ പാലിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുഡിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര തന്നെ ഉപയോഗിക്കാവേ. ഇനി ഈ പാലിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ തയ്യാറാക്കുന്ന ബട്ടർ പുഡിംഗ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുണ്ട്, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഈ പാലിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ബിസ്ക്കറ്റ് ഒന്നും എടുക്കല്ലേ കേട്ടോ. ഇപ്പോൾ മാരിഗോൾഡ് അങ്ങനെയൊക്കെയുള്ള ബിസ്ക്കറ്റ് എടുത്തോളൂ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 2 ബ്രെഡിലൊക്കെ ഒതുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചും വ്യത്യാസം വരും. ഞാനിവിടെ അത്യാവശ്യം വലിയ ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗറൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ 2 ടിന്ന് 90 ഗ്രാംസ് വീതമുള്ള 2 ടിന്നാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ടിന്നാണ് കേട്ടോ വാങ്ങിച്ച് വെക്കാറുള്ളത് കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ഇനി മധുരം പോരാൻ തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ 1 ടിന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിന് ആവശ്യത്തിന് മധുരം വേണം കേട്ടോ, കാരണം നമ്മളിത് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. ആ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ മധുരം കുറച്ചൊന്ന് കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മധുരം വേണം. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കണ്ടൻസ് മിൽക്ക് ചേർക്കണമെന്ന്. അപ്പോൾ ഇതിന് പകരമായിട്ട് പഞ്ചസാര മൊത്തത്തിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പകുതി കണ്ടൻസ് മിൽക്ക് പകുതി പഞ്ചസാര എന്ന ലെവലിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ പാലൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ്, അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്തായാലും കട്ട കിട്ടും. അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അധിക സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചൈന ഗ്രാസ് നല്ല രീതിക്ക് മെൽറ്റായി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും കേട്ടോ. ഓവറായിട്ട് കുറുകാൻ പോയി ഒരുപാട് അങ്ങ് കട്ടിയായി പോകും. ഈ മിക്സ് തണുക്കും തോറും കുറുകിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം, കാരണം നമ്മുടെ ബ്രെഡൊക്കെ കട്ട പോലെ കിടക്കുമല്ലേ. അപ്പോൾ ഒന്ന് എന്തായാലും അടിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ അത് നല്ല രീതിക്ക് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഒക്കെ ഇരിക്കുന്തോറും തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമാണ്. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 200 ml ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മളിത് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരേ രീതിക്കായിരിക്കണം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഫ്രിഡ്ജിൽ നിന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ ഇതിന് കുറച്ചൊരു ചൂടുണ്ടാവുമല്ലോ. അപ്പം രണ്ടിൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസം വരരുത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം കേട്ടോ വിപ്പിംഗ് ക്രീം ആണെങ്കിലും ഫ്രഷ് ക്രീം ആണെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ആണെങ്കിലും കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും ചെറിയ ചെറിയ ടിന്നാണ് കേട്ടോ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ യൂസേജിനൊക്കെ അത് യൂസ്ഫുൾ ആകും. പിന്നെ വേസ്റ്റേജ് ഒട്ടും തന്നെ വരത്തില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ പുഡിംഗ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഒരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് നമുക്കിതൊന്ന് ബ്ലെൻഡായി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ പുഡിംഗ് മിക്സ് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആകുമ്പോൾ അടച്ച് വെക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബബിൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്ക്വയർ വെച്ച് റിമൂവ് ചെയ്യാമേ. ഞാനിവിടെ റിമൂവ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒരു പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി പെട്ടെന്ന് സെറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാമേ. ഏകദേശം 2 മണിക്കൂറൊക്കെ മതി കേട്ടോ സെറ്റായി കിട്ടാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസും പിസ്തയും അതുപോലെ ബദാമും ചെറുതായിട്ടൊന്ന് പാനിൽ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കാഷ്യൂസ് മാത്രമാണുള്ളെങ്കിൽ അത് മാത്രമായിട്ടൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് വിതറി കൊടുക്കാമേ. ഏതെങ്കിലും ഒരു നട്ട്സ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ 3 ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തന്നേ ഉള്ളൂ. പക്ഷേ ഇത് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം പുഡിങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ നട്ട്സിൻ്റെ പൗഡറിൻ്റെ മിക്സും കൂടെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, രണ്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ടൈപ്പ് പുഡിങ് ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതിനടപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല രീതിക്ക് ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാ പുഡിങ്ങും വായിൽ വെച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകും അല്ലേ. പക്ഷേ ഈ ഒരു പുഡിങ്ങിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വായിൽ വെച്ചാൽ ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ ബട്ടറിൻ്റെയും അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെയും ഒക്കെ ആ ഒരു റിച്ച്നെസ് ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ വായിൽ വെച്ചാൽ ഉടനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്തത്തേയില്ല, കഴിച്ചുകൊണ്ടേ ഇരിക്കുവേ. അപ്പോൾ ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. സെറ്റ് ചെയ്യാൻ ഇനി ഫ്രിഡ്ജ് വെക്കുന്ന സമയം പോകുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.